ഇതൊരു റോഡ് തർക്കമല്ല. ഇത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അധികാരം ഒരു യുവതലമുറയെ എത്ര വേഗത്തിൽ വഴിതെറ്റിച്ചു കളഞ്ഞു എന്നതിന്റെ നേർചിത്രമാണ്. ഒരു KSRTC ഡ്രൈവർ, അയാളുടെ മുന്നിൽ ഒരു യുവതി, നഗരത്തിന്റെ പ്രഥമ പൗര. അവരും ഭർത്താവും ചേർന്ന് ഒരു പൊതുഗതാഗത വാഹനത്തെ നടു റോഡിൽ തടയുന്നു. വാക്കേറ്റം, നിയമലംഘനം. ഒടുവിൽ പോലീസ് കേസെടുക്കുമ്പോൾ ബസ് തടഞ്ഞ ആ VIP ദമ്പതിമാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നു. പകരം പ്രതിയാകുന്നത് ആരാണെന്നോ? മേയറുടെ സഹോദരൻ. ഞങ്ങൾ തുറന്നു ചോദിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ താക്കോൽ കയ്യിലുള്ള മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവും ആ കാറിലില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നടക്കുമായിരുന്നു. അവർ ഇടപെട്ടില്ലെങ്കിൽ എന്തിനാണ് നടുറോഡിൽ ഒരു KSRTC ബസ് തടഞ്ഞത്? ഈ കേസിന്റെ കുറ്റപത്രം പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയില്ല. കാരണം ഈ ഭരണകൂടത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതൊരു പാവം ഡ്രൈവറെ ബലിയാടാക്കിക്കൊണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ സ്വന്തം നേതാക്കൾക്കായി പങ്കിടുന്ന ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ്. ഇനിയുള്ള ഓരോ വാക്കുകളും ഭരണകൂടത്തിന്റെ ഈ ധാർഷ്ട്യത്തെ കണക്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സത്യം മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രകാശത്തോടെ പുറത്തു വരും. നമുക്ക് ആ സത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സംഭവം നടന്ന രാത്രി ഏപ്രിൽ 27-ന് രാത്രി 10 മണി. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ കേസ് കോടതിയിലേക്ക് പോകാൻ കാരണം KSRTC ഡ്രൈവർ യദുവിന്റെ നിശ്ചയദാർഢ്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, തനിക്കെതിരെ ഉണ്ടായത് കേവലം ഒരു തർക്കമല്ല, തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന് ഡ്രൈവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അധികാരികളെ ആശ്രയിക്കാതെ നിയമത്തിന്റെ അവസാന ആശ്രയമായ കോടതിയെ സമീപിച്ചത്. ഇവിടെയാണ് ആദ്യത്തെ ഭരണഘടനാപരമായ ചോദ്യം ഉയരുന്നത്. സംസ്ഥാന തലസ്ഥാനത്ത് നിയമപാലനം നടത്തേണ്ട പോലീസ് സ്വന്തം മേയർ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ കാഴ്ചക്കാരായി മാറി. ഒരു സർക്കാർ ജീവനക്കാരന് നീതി ലഭിക്കണമെങ്കിൽ അവൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കേണ്ടി വന്നുവെങ്കിൽ ഇവിടെ പോലീസ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പോലീസ് ആര്യ രാജേന്ദ്രന്റെ പേഴ്സണൽ സ്റ്റാഫായി മാറിയോ? ഒന്നാം നിയമലംഘനത്തിലേക്ക് കടക്കാം. നടുറോഡിൽ ഒരു പൊതുഗതാഗത വാഹനത്തെ തടയുന്നത് അതൊരു VIP-യുടെ കാറായാലും സാധാരണക്കാരന്റെ കാറായാലും നിയമലംഘനം തന്നെയാണ്. മേയർ ബസിൽ കയറി തർക്കിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് എങ്ങനെയാണ് അവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് കുറ്റപത്രത്തിൽ എഴുതിയത്? പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുഖത്തേറ്റ അടിയാണ്. ഈ കുറ്റപത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മേയർ ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല. ഭർത്താവ് MLA സച്ചിൻ ദേവ് അസഭ്യവും പറഞ്ഞില്ല. പ്രതിസ്ഥാനത്ത് മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ്. ഇതൊരു കോമഡി നാടകത്തിലെ രംഗം പോലെ തോന്നാം. പ്രധാന കഥാപാത്രങ്ങളെ ഒഴിവാക്കി ഒരു സഹനടനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നടുറോഡിൽ ഒരു ബസ് തടഞ്ഞു നിർത്തുമ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന പ്രധാന വ്യക്തികൾ തങ്ങളുടെ പദവി ഉപയോഗിച്ച് ആ ബസ് ഡ്രൈവറെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ പുറത്തു വന്നതാണല്ലോ. ഒരു സാധാരണക്കാരൻ ഈ കൃത്യം ചെയ്താൽ ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തപ്പെടും എന്നോ കേസുമെടുക്കും. എന്നാൽ ഇവിടെ അധികാരം ഒരു മാന്ത്രിക ചെങ്കോലായി മാറി. അത് കുറ്റവാളികളെ തൊട്ടപ്പോ അവർ വിശുദ്ധരായി മാറി. മേയറും MLA-യും അവരുടെ പദവി ദുരുപയോഗം ചെയ്തു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കേസിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടത്. അധികാരമുള്ളവർക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കാൻ പോലീസിന് യാതൊരു മടിയുമില്ല. ആഭ്യന്തരം അവരുടെ കയ്യിലാണല്ലോ എന്ന് ഈ ഇടതുപക്ഷ സർക്കാർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇതാണ് VIP ജസ്റ്റിസ്. പാവപ്പെട്ടവർക്ക് നിയമവും അധികാരികൾക്ക് ഇളവും. ഈ കേസിന്റെ മറ്റൊരു ഇരുണ്ട അധ്യായമാണ് തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സംഭവം. ബസിലെ മെമ്മറി കാർഡ് കാണാതായി. ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സംഭവം നടന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതാണ്. സർക്കാർ ബസ്, സർക്കാർ സ്ഥാപനത്തിന്റെ സ്വത്ത്, അതിലെ മെമ്മറി കാർഡ് കാണാതാകുന്നു. പോലീസ് എങ്ങും എത്താത്ത ഒരു തട്ടിക്കൂട്ട് അന്വേഷണം നടത്തുന്നു. ഇവിടെ ഞങ്ങൾ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഒരു തെളിവ് നശിപ്പിക്കൽ കേസാണിത്. ഇത് യാദൃശികമൊന്നുമല്ല. ആരെ രക്ഷിക്കാനാണ് ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ കേസുകളിൽ നിർണായകമായ തെളിവുകൾ ഇല്ലാതായിട്ടുണ്ട്. ഈ കേസ് അതിലൊന്നു മാത്രം. ഇത് വ്യക്തമാക്കുന്നത് ഈ ഭരണകൂടം തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കേസിൽ കൃത്രിമം കാണിക്കാൻ മടിക്കില്ല എന്നതാണ്. മേയർ അധികാരത്തിൽ ഇരുന്നപ്പോൾ സ്വജനപക്ഷപാതം സ്ഥിരമാണല്ലോ. അപ്പോൾ ഇതും അങ്ങനെ. മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ പോലീസ് മേയർക്കെതിരെ കേസെടുക്കാനുള്ള ധൈര്യം കാണിക്കുമോ? ഇല്ല. കാരണം നീതി ഇവിടെ നിശബ്ദമാണ്. അധികാരം സംസാരിക്കുമ്പോൾ സത്യം ഒളിച്ചിരിക്കേണ്ടി വരികയാണ്. ഇനിയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായ അപജയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളം ഭരിക്കുന്നത് CPM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. അവർ എന്നും തൊഴിലാളി വർഗത്തിന്റെ പക്ഷത്താണെന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ ഈ കേസിൽ ഒരു KSRTC ഡ്രൈവർ, ഒരു തൊഴിലാളി നീതിക്കായി തെരുവിലിറങ്ങി കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുകയും പകരം ഒരു ബൂർഷ്വാസി ധാർഷ്ട്യം കാണിച്ച് യുവനേതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഏതുതരം രാഷ്ട്രീയമാണ്?
ഇതാണ് ഇടതുപക്ഷത്തിന്റെ കപടത. പ്രസംഗവേദികളിൽ തൊഴിലാളി വർഗത്തെക്കുറിച്ച് വാചാലരാവുന്നു, എന്നാൽ സ്വന്തം നേതാവ് നിയമം ലംഘിക്കുമ്പോൾ തൊഴിലാളിയെ ബലിയാടാക്കുകയാണ്. KSRTC എന്നത് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമാണ്. അതിലെ ജീവനക്കാരന്റെ മനോവീര്യം തകർക്കുന്ന, അവരെ ഇരകളാക്കുന്ന ഈ നടപടി KSRTC എന്ന സ്ഥാപനത്തോടുള്ള അവഹേളനമല്ലാതെ മറ്റെന്താണ്? മേയറുടെ ഭാഗത്തു നിന്നും അപകടകരമായ രീതിയിലുള്ള ഓവർടേക്കിംഗ് ശ്രമം ഉണ്ടായപ്പോ സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കാൻ വേണ്ടി ഡ്രൈവർ സ്ഥലം കൊടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമാണ്. നിയമം അനുസരിച്ചതിന് അദ്ദേഹം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഈ സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവന്റെയും തൊഴിലാളികളുടെയും ശബ്ദമല്ല, ഇത് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഭരണകൂടമാണ്. ആര്യ രാജേന്ദ്രൻ ചെറുപ്പത്തിൽ തന്നെ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തിച്ചേർന്ന നേതാവ്, യുവജനങ്ങൾക്ക് മാതൃകയാകേണ്ട വ്യക്തി. ആ സ്ഥാനത്താണ് കേവലം ഒരു റോഡിലെ തർക്കത്തിന്റെ പേരിൽ അധികാര ധാർഷ്ട്യം കാണിക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ കാണുന്നത്. ഇത് ആദ്യത്തെ സംഭവം അല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപകടകരമായ ഡ്രൈവിംഗ് ആര് നടത്തിയതിനേക്കാൾ ഒരു മേയർ പൊതുമധ്യത്തിൽ ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തി വാക്കേറ്റത്തിന് പോയത് അവരുടെ പദവിയുടെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് അവരുടെ അമിതമായ ആത്മവിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെയോ ധാർഷ്ട്യത്തിന്റെയോ ഒക്കെ പ്രതിഫലനം തന്നെയാണ്. മേയർ എന്ന നിലയിൽ അവർക്ക് ഡ്രൈവറെ ഔദ്യോഗികമായി ബന്ധപ്പെടാമായിരുന്നു, നിയമപരമായി പരാതി നൽകാമായിരുന്നു. അതിനെല്ലാം പകരം നടു റോഡിൽ ഞാനാണ് മേയർ എന്ന ഭാവത്തിൽ ഇറങ്ങി തർക്കിച്ചത് കേരളത്തിലെ യുവ നേതൃത്വത്തിന്റെ അപജയം തന്നെയാണ് കാണിക്കുന്നത്. സ്വന്തം സഹോദരനെ പ്രതിയാക്കി നിയമത്തിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടതിലൂടെ ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവ് കേരളത്തിൽ നൽകിയ സന്ദേശം ഇതാണ്: അധികാരമുണ്ടെങ്കിൽ നിയമം നമുക്ക് വേണ്ടി വഴിമാറും. ഈ സന്ദേശം അപകടകരമാണ്. ഇത് ജനാധിപത്യത്തിന് നല്ലതല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSRTC ഡ്രൈവർ യദുവിന്റെ ഈ കേസ് ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല. ഇത് കേരളത്തിലെ നിയമവാഴ്ച നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നീതിക്കായി കോടതിയിൽ വീണ്ടും അപേക്ഷ നൽകിയിരിക്കുന്ന ഡ്രൈവർ യദു യഥാർത്ഥത്തിൽ നീതി തേടുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഒരു സാധാരണക്കാരൻ നിയമവാഴ്ചയെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഈ ഭരണകൂടം നടത്തുന്ന നീതി നിഷേധത്തിനെതിരെ നമ്മൾ തന്നെ ശബ്ദമുയർത്തണം. നമുക്ക് വേണ്ടി വേറെ ആരും വരില്ല. അധികാരികൾക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുമ്പോൾ ജനാധിപത്യം അവിടെ മരിച്ചു വീഴുകയാണ്. മേയറെയും MLA-യെയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ച ഈ ഒരു നടപടി തൊഴിലാളി വർഗത്തിന്റെ നെഞ്ചിൽ തറച്ച അമ്പ് തന്നെയാണ്. ഈ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ വിഷയം ഓരോ സാധാരണക്കാരന്റെയും പ്രശ്നമാണ്. നിങ്ങൾ KSRTC ഡ്രൈവറുടെ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.